നമ്മൾ ട്രാൻസ്ഫോമർ സെക്ഷനിൽ തന്നെ വരുന്ന അടുത്ത സെക്ഷനിലേക്ക് പോകണം ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സോ ഓട്ടോ ട്രാൻസ്ഫോമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാംസിന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ട്രാൻസ്ഫോമേഴ്സിന്റെ സിലബസ് ഉണ്ടെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമേഴ്സിനെ പറ്റിയിട്ട് എന്തൊക്കെയാലും കുറച്ച് കമ്പൽസറി ആയിട്ട് ചോദിക്കും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കാര്യമായിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. സോ ഓട്ടോ ട്രാൻസ്ഫോമേഴ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക വാട്ട് ഇസ് ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് കൺവെൻഷണൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് കൺവെൻഷണൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ഹാവിംഗ് ടു വൈൻഡിങ് അല്ലെ, പ്രൈമറി വൈൻഡിങ് ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. പക്ഷേ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇറ്റ് ഈസ് ഹാവിംഗ് ഓൺലി വൈൻഡിങ്. ദാറ്റ് വൈൻഡിങ് വിൽ ആക്ട് ആസ് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി. അപ്പോൾ നമുക്ക് സാധാരണ ട്രാൻസ്ഫോമർ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ആയിട്ടുള്ള നമുക്ക് കമ്പാരിസൺ നമ്മൾ നോക്കി കഴിയുന്നതായിരിക്കും ഓട്ടോ ട്രാൻസ്ഫോമറിനകത്ത് ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ അല്ലെ. therefore നമുക്ക് എന്താ പറയാൻ പറ്റും, പവർ ട്രാൻസ്ഫേർഡ് ബോത്ത് കണ്ടക്ടിവ്ലി ആൻഡ് ഇൻഡക്റ്റീവ്ലി. ഫസ്റ്റ് പോയിന്റ്, ഞാൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഇതായിരിക്കും, then auto transformer, the power transferred alle, the power transferred both conductively and inductively alle, both conductively and inductively, അപ്പോൾ ഈ നമ്മൾ ഈ ഓട്ടോ ട്രാൻസ്ഫോമേഴ്സിന്റെ പ്രധാനമായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇത് സാധാരണ നമ്മുടെ ട്രാൻസ്ഫോമർ പോലെ എന്തായിരിക്കും സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. വേരിയബിൾ എ സി വോൾട്ടേജ് നമ്മൾ ലബോറട്ടറീസിലൊക്കെ നമുക്ക് എന്തായിരിക്കും വേരിയബിൾ സപ്ലൈ ആവശ്യം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂസ് നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, സാധാരണ നോർമൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്ന കണക്ക് എന്തായിരിക്കും, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എന്തായിരിക്കും സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ പ്രോസസ്സസ്, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. Then second one auto transformers are used as a variable AC voltage supplies, or AC voltage source എന്ന് പറയാൻ പറ്റും അല്ലെ, AC voltage suppliers. And one important point, this auto transformer is used as a booster transformer. Auto transformer is used as a booster transformer in transmission lines. Very important another. Auto transformer is used as a booster transformer in transmission lines. It is used as one of the important application of auto transformer is used as a booster transformer in transmission lines. So auto transformer പറ്റി പറഞ്ഞാൽ എന്തായിരിക്കും, it has auto transformer having only one winding. That winding will act as both primary and secondary. First point എന്തായിരിക്കും, same application used for step up and step down application. Then എന്തായിരിക്കും, it is used as a variable voltage source അല്ലെങ്കിൽ എന്താ variable AC voltage source അല്ലെങ്കിൽ AC supply voltage supply കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോ ട്രാൻസ്ഫോമർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Then another important point to remember, it is used as a booster transformer in transmission lines. Very important ആണ്, ഓർത്ത് വയ്ക്കുക. One important point to remember, നമുക്കറിയാം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, കെ ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു V2/V1 ഈസ് ഈക്വൽ ടു N2/N1 എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാണ് ഒരു 33/11 kV ട്രാൻസ്ഫോമർ ആണെങ്കിൽ എന്തായിരിക്കും, സപ്പോസ് 33/11 kV ട്രാൻസ്ഫോമർ ആണെങ്കിൽ എന്തായിരിക്കും, നമുക്കറിയാം കെ ഇസ് ഈക്വൽ ടു N2/N1 അല്ലെ. K is equal to 11/33. അപ്പോൾ നമുക്ക് കിട്ടും that is equal to 0.33 നമുക്ക് കിട്ടും 0.33. അപ്പോൾ പക്ഷെ നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, നമ്മൾ അവിടെ V2/V1 ആണ് നമ്മൾ എടുക്കുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുക ഫോർ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ കെ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ലോ വോൾട്ടേജ് ബൈ ഹൈ വോൾട്ടേജ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഹൈ വോൾട്ടേജ്. Low voltage side divided by low voltage rating divided by high voltage rating is very important for auto transformer. Our transformation ratio is equal to K is equal to LV low voltage by high voltage. നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പിന്നെ ഈ ട്രാൻസ്ഫോമർ ഹാവിംഗ് K, auto transformers having K is equal to 0.5 ഓർത്ത് വയ്ക്കുക. K is equal to 0.5 and above ആണെങ്കിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. Auto transformer is economical. For K is equal to 0.5 and above, we can say that auto transformer is economical. So important point to remember, auto transformer K LV by
low voltage by high voltage for auto transformer, and for above K is equal to 0.5 transformer auto transformer is economical and also. Then it is used as a booster transformer for transmission lines. Then applications or in auto transformer power transport both conductively and inductively. What are the advantages of auto transformer? Point what are the advantages of auto transformer? Advantages. First advantage that means we are using only one winding, that is which is common for both the primary and secondary. Therefore, first means that saving of copper. Saving of copper, that is an important advantage of auto transformer. Then second point, saving of copper. Auto transformer core core two winding transformer dimensions of the core core. Therefore, the core area core area core loss transformer auto transformer primary winding secondary winding. Therefore, copper loss. Therefore, since the losses are reduced, efficiency of the auto transformer is high. Efficiency. Then, the point, less leakage impedance. Less leakage impedance. Auto transformer important application. Transformer is having less leakage impedance. Less leakage impedance. Leakage impedance is nothing but no load voltage minus full load voltage. Leakage impedance. That means less leakage impedance less. What is the benefit? It is voltage regulation is better. Therefore, since the leakage impedance, since the auto transformer having less leakage impedance, therefore, what is the benefit for that? It is the voltage regulation is, therefore the voltage regulation is better. The voltage regulation is better. Voltage regulation last video so now video go through leakage impedance, how leakage impedance and the voltage regulations are interrelated. Workout video go through. Therefore, less leakage impedance means the voltage regulation is better. And the voltage regulation it is superior than secondary winding. It is very, that means two winding transformer superior auto transformer voltage regulation. So what is the advantage? Saving of copper. Then primary winding, secondary winding, winding saving of copper can be established. Then efficiency, core loss, corner dimensions two winding transformer compare the core dimensions. Therefore, copper, the quantity of the copper is also reduced. Therefore, the core loss is reduced and the copper loss is reduced. Therefore, the efficiency of the transformer is high. Parameter. Then third point is it is having less leakage impedance. So it is when it is having less leakage impedance, we can say that the voltage regulation is better. Parameter. So these are the points that we have to keep in mind about the advantages of auto transformer. Competitive exam point of view, problems question saving of copper advantage. So how much amount of copper that we are saving? Then the capacity, if a two winding transformer or transformer auto transformer, what is the change in capacity? What is how much inductive power can be transmitted? How much conductive power can be transmitted? Correct questions competitive exam point of view. Points to remember, auto transformer turns ratio K is equal to LV by HV. Normal two winding transformer for two winding transformer K is equal to V2 by V1 for two winding transformer. Auto transformer K is equal to LV by HV. Then auto transformer derivations important formula. So what is next important formula? The next important formulas related to very important question must start this section important formula related to auto transformers. Important formula. First formula, saving of weight of auto transformer. Weight of auto transformer is equal to
ഞാനത് കറക്റ്റായിട്ട് എഴുതുകയാണ്. വെയിറ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ, weight of auto transformer is equal to 1 minus k into weight of two winding transformer. 1 minus k into weight of two winding transformer. Then second formula, saving of copper. Saving of copper. Saving of copper is equal to is equal to നമ്മൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദാറ്റ് ഇസ് വെയിറ്റ് ഓഫ് ദ ഓർഡിനറി ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ മൈനസ് വെയിറ്റ് ഓഫ് ദ ഓട്ടോ ട്രാൻസ്ഫോമർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവിംഗ് ഓഫ് കോപ്പർ കിട്ടും അല്ലെ. ദാറ്റ് മീൻസ് വെയിറ്റ് ഓഫ് ഓർഡിനറി ട്രാൻസ്ഫോമർ മൈനസ് വെയിറ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. ദാറ്റ് മീൻസ് എന്താ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ ഒരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഹൗ മച്ച് എമൗണ്ട് ഓഫ് കോപ്പർ ദാറ്റ് വി ക്യാൻ സേവ് എന്നാണ് ചോദ്യം. Therefore, നമുക്ക് എന്ത് പറയാൻ പറ്റും? ഞാനിപ്പോൾ ഓർഡിനറി ട്രാൻസ്ഫോമർ ഞാൻ W നോട്ട് എടുക്കുകയാണ്. W നോട്ട് മൈനസ് എന്തായിരിക്കും വെയിറ്റ് ഓഫ് ദ ഓട്ടോ ട്രാൻസ്ഫോമർ എത്ര? 1 മൈനസ് കെ ഇൻറ്റു W നോട്ട്. 1 മൈനസ് കെ ഇൻറ്റു W എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? വെയിറ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ, വെയിറ്റ് ഓഫ് ഓർഡിനറി ട്രാൻസ്ഫോമർ അല്ലെ, W നോട്ട്. Therefore, നമുക്ക് എന്ത് കിട്ടും? W നോട്ട് മൈനസ് W നോട്ട് ക്യാൻസൽ ചെയ്ത് പോകും. Therefore, that is equal to that is equal to K into W നോട്ട്. That is equal to K into W naught. Therefore, saving of copper is equal to K times the weight of the two winding transformer. And the third one is leakage impedance. Leakage impedance is also very less. Therefore, leakage impedance is equal to of auto transformer is equal to 1 minus K into leakage impedance of two winding transformer. Leakage impedance of ordinary transformer. Leakage impedance of two winding transformer. Leakage impedance of two winding transformer. And then fourth one, regulation of auto transformer is equal to 1 minus K into, because regulation is directly proportional to leakage impedance. Regulation is equal to 1 minus K into regulation of two winding transformer. 1 minus K into regulation of two winding transformer. Then fifth formula, capacity of auto transformer. Capacity of auto transformer is equal to 1 by 1 minus K into capacity of two winding transformer. Capacity of two winding transformer. And seventh important formula. Seventh one, short circuit current in auto transformer. Short circuit current in auto transformer is equal to 1 by 1 minus K into short circuit current in two winding transformer. Short circuit current in two winding transformer. Then eighth question, inductive power transferred. Inductive power transferred by auto transformer. Inductive power transferred is equal to 1 minus K into total power. 1 minus K into total power. And the last formula, conductive power transferred is equal to conductive power transfer, because the in an auto transformer, what is that? The power is transferred because of both conductively and inductively. Because of the normal two winding transformer, both the primary winding and secondary windings are electrically isolated but magnetically coupled. But here in auto winding transformers, both the windings are magnetically and as well as the electrically coupled in the parameter. Therefore, conductive power is equal to the K into total power. That is equal to K into total power. So we can expect one compulsory question from this type of
ഫ്രം ദിസ് ഫോർമുല. ഈ ഫോർമുലയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് നമുക്ക് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റിൽ നമുക്ക് കിട്ടും. കഴിഞ്ഞവട്ടത്തെ PSC AE എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എനിക്ക് എട്ടാമത്തെ പ്രോബ്ലം വെച്ച് എട്ടാമത്തെ ഫോർമുല വെച്ച് ചെയ്യുന്നതായിരുന്നു ഇൻഡക്റ്റീവ് പവർ ട്രാൻസ്ഫർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - k ഇൻറ്റു ടോട്ടൽ പവർ. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക, വെയിറ്റ് ഓഫ് ദ ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് ഈക്വൽ ടു 1 - k ഇൻറ്റു വെയിറ്റ് ഓഫ് 1 - k ഇൻറ്റു വെയിറ്റ് ഓഫ് ദ 2 winding transformer. It's an important formula. Then saving of copper is equal to k into W naught. Leakage impedance 1 - k into leakage impedance of 2 winding transformer. Then regulation is equal to 1 - k, 1 - k into regulation of 2 winding transformer. Then capacity of auto transformer then is equal to that 1 - k into capacity of the auto transformer is equal to 1 - k into capacity of 2 winding transformer. Then short circuit current is equal to that short circuit current is equal to 1 - k into the short circuit in 2 winding transformer. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമുക്ക് സേവിംഗ് ഓഫ് കോപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലീക്കേജ് ഇംപെഡൻസ് നമ്മൾ പറഞ്ഞു എന്തായിരിക്കും, ലീക്കേജ് ഇംപെഡൻസ് കുറവായിരിക്കും. ദാറ്റ് മീൻസ് 1 - k എന്തായിരിക്കും വെയിറ്റ് ഓഫ് ദ ഓട്ടോ ട്രാൻസ്ഫോമർ. ദാറ്റ് മീൻസ് അത് 1 - k ഇൻറ്റു വെയിറ്റ് ഓഫ് ദ 2 winding transformer. അപ്പൊ ഈ 1 - k ന്യൂമറേറ്ററിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക, ദാറ്റ് മീൻസ് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 - k എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും ഇൻക്രിമെന്റ് ആയിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. ദാറ്റ് മീൻസ് കപ്പാസിറ്റി എന്തായിട്ടുണ്ട്, ഒരു 2 winding ട്രാൻസ്ഫോമറിനെ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, കപ്പാസിറ്റി ഈസ് ഇൻക്രീസിംഗ്. ഇപ്പൊ നോക്കിയേ, ഷോർട്ട് സർക്യൂട്ട് കാരണം എന്തായിരിക്കും, ദിസ് ഇസ് വൺ ഓഫ് ദ വെരി ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് an auto transformer, because the short circuit current in auto transformer is very high. It is one of the disadvantage. What is the disadvantage? The auto transformer, the short circuit current is very high because of less leakage impedance. Because of less leakage impedance, the short circuit current in a auto transformer is very high. Very important point to remember. ബാക്കി എല്ലാം സേവിംഗ് ആയിരിക്കും നമുക്ക് വരുന്നത്. But short circuit current is 1 - k in short circuit current of 2 winding transformer. Therefore, the short circuit current of auto transformer is very high because of the less leakage impedance of auto transformers. So it's a very important point. അത് ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അത് കാര്യമായിട്ട് പഠിക്കുക. So how in an auto transformer, how the current, how the power is transferred both conductively and inductively. So here 9 formulas base ചെയ്തിട്ട് ഒരു കമ്പൽസറി ആയിട്ട് നമുക്ക് ഏത് ട്രാൻസ്ഫോമർ സിലബസിലുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കിട്ടും. സോ അത് കാര്യമായിട്ട് പഠിക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണത്. നമ്മൾ നോക്കി നമുക്ക് 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം, 1-2 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, a 1000 by 100 volt, a 1000 by 100 volt, 50 hertz 10 kVA, 50 hertz 10 kVA, 2 winding transformer, 2 winding transformer is reconnected as an auto transformer, is reconnected as an auto transformer. The revised capacity of the transformer is, the revised capacity of the transformer is option A 9 kVA, option B 11 kVA, option C 20 kVA, and option D 110 kVA. So a 1000 by 100 volt transformer, 100 volt to 50 hertz transformer, 10 kVA is reconnected as an auto transformer. Then the revised capacity of the transformer is നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഈ കെ എന്ന് പറയുന്നത് എന്തായിരിക്കണം, കെ ഈസ് ഈക്വൽ ടു 1000 by 100 volt ട്രാൻസ്ഫോമർ ആണ്. നമുക്കറിയാം ഇപ്പൊ നമുക്ക് കപ്പാസിറ്റി ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് ഈക്വൽ ടു 1 - k ഇൻറ്റു കപ്പാസിറ്റി ഓഫ് ദ 2 winding ട്രാൻസ്ഫോമർ. ഇവിടെ കെ എടുക്കുന്നത് എന്തായിരിക്കണം, നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കെ വേണം നമ്മൾ എടുക്കുന്നത്. എങ്ങനെയായിരിക്കും, ലോ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഹൈ വോൾട്ടേജ്. അതായിരിക്കും നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കെ എന്ന് പറയുന്നത്. കെ ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 1000 എന്ന് വരും. അപ്പൊ 1 by
1 minus the 100 divided by 1000 into rating of the 2 winding rating of the നമ്മുടെ 2 winding ട്രാൻസ്ഫോമർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തമ്പ് റൂൾ നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം നമുക്ക് ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഡോട്ട് കൺവെൻഷൻസ് ഒക്കെ തരും, അപ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡിലേക്ക് പോകും. അപ്പൊ അതിനെക്കാട്ടി നല്ല നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് നോക്കിയാൽ മതി. ഫസ്റ്റ് എന്ത് ചെയ്യാം, ഒരു 1000 നമുക്ക് തന്നിരിക്കുന്ന 1000 by 100 kVA ട്രാൻസ്ഫോമർ ആണല്ലേ. സോ വാട്ട് ഈസ് ദ വോൾട്ടേജ് 1000 by 100 അല്ലേ, 100 വോൾട്ട് ട്രാൻസ്ഫോമർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, one second, we take the pen. Okay, 1000 by 100 വോൾട്ട് ട്രാൻസ്ഫോമർ അല്ലെ, സൊല്യൂഷൻ ആണ് 1000 by 100 വോൾട്ട് ട്രാൻസ്ഫോമർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പം ലോ വോൾട്ടേജ് വൈൻഡിങ്, ഇവിടെ ലോ വോൾട്ടേജ് എത്ര ആയിരിക്കും വരിക, ലോ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 100 ആണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുക, ഈ രണ്ട് വോൾട്ടേജും കൂടെ നമ്മളെന്താണ് ഈ ട്രാൻസ്ഫോമറിന്റെ ഇത് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ് അല്ലെ, ഇത് 1000 ആണ്, എന്തായിരിക്കും ഇത് 100 ആണ് അല്ലെ. ഈ ട്രാൻസ്ഫോമറിനാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ട് വൈൻഡിങ് എന്തായിരിക്കും ഒരു കോളിൽ തന്നെ ആയിരിക്കും വരും അല്ലെ. സോ ദിസ് ഈസ് ദ വൈൻഡിങ്. ദെർഫോർ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഈ 1000 എന്ത് ചെയ്യുക, 1000 പ്ലസ് 100 ചെയ്യുക, എത്ര ആയിരിക്കും വരിക, ദെർഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1100 ടൈംസ് ആയി. ഇനി എന്ത് ചെയ്യുക, അപ്പം 1100 ടൈംസ് ആയി. ഇനി എന്താ വേണ്ടേ, ഇനി this 1100 divided by LV side voltage ചെയ്യുക. That is equal to 1100 divided by 100. That is equal to 11. Then this 11, this multiplied with this 11 multiplied with എന്തായിരിക്കും rating. This 11 multiplied with the rating of 2 winding transformer, that is equal to 11 into 10 kVA ആണ് വന്നിരിക്കുന്നത്, എത്ര കിട്ടും 110 kVA. കാര്യം നമ്മൾ ഇതായിരിക്കും ഇങ്ങനൊരു മെത്തേഡ്, ഇങ്ങനൊരു തമ്പ് റൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഫോർമുലാസ് എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ടൈം പോകും. Therefore ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ എങ്ങനെ നമ്മൾ ചെയ്ത്, ഫസ്റ്റ് നമ്മൾ ഈ ലോ വോൾട്ടേജ് ട്രാൻസ്ഫോമർ ലോ വോൾട്ടേജ് വൈൻഡിങ്ങിന്റെ വോൾട്ടേജ് എടുത്ത് മാറ്റി വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, രണ്ട് വൈൻഡിങ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് എന്ത് ചെയ്യുക, ആ കിട്ടുന്ന വാല്യൂനെ ഡിവൈഡ് ബൈ 100 ചെയ്യുക. 100 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും, 11 കിട്ടും. ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ റേറ്റിംഗ് യു വിൽ ഗെറ്റ് ദ 110 kVA as the answer. ദാറ്റ് മീൻസ് ഒരു 1000 by 100 വോൾട്ട് എന്ന് പറയുന്നത് 10 kVA ട്രാൻസ്ഫോമറിന് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ റേറ്റിംഗ് ഈസ് ഇൻക്രീസ് ടു 110 kVA. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, then സെയിം പ്രോബ്ലം തന്നെ നമുക്ക് നോക്കാം. നോക്കിയേ, സെയിം രീതിയിൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, a 50 kVA 3300 by 230 volt 3300 by 230 volt single phase transformer is connected as an auto transformer. The nominal rating of auto transformer is ഇതിനകത്ത് ഈ പ്രോബ്ലം തന്നെ നമുക്ക് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധാരണഗതിയിൽ നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ, ഫോർമുല അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സോ ഐ ആം ജസ്റ്റ് ഡ്രോയിങ് ദിസ് ട്രാൻസ്ഫോമർ. സോ ഇത് നമ്മളുടെ പ്രൈമറി ആയിരിക്കും വരിക അല്ലെ. പ്രൈമറി എത്ര വോൾട്ടേജ് വന്നിരിക്കുന്നത്, പ്രൈമറി വോൾട്ടേജ് 3300 വോൾട്ട്. This primary voltage 3300 volt 3300 volt അല്ലെ, അത് തന്നിട്ടുണ്ട്. സെക്കൻഡറി എത്ര ആയിരിക്കും, 230 വോൾട്ട് അല്ലെ. ഇതായിരിക്കും നമ്മുടെ സെക്കൻഡറി വരുന്നതായിരിക്കും. ദിസ് വോൾട്ടേജ് 230 വോൾട്ട്.
230 വോൾട്ട്. ഇവിടെ ഞാൻ അസ്യൂം ചെയ്യാണ്, ഞാനിപ്പം ഡോട്ട് കൺവെൻഷൻ അസ്യൂം ചെയ്യാണ്. ഇത് പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ് അല്ലേ. ഞാൻ ഇതൊരു ഡോട്ട് ആയിട്ട് അസ്യൂം ചെയ്യാണ്. എന്തായിരിക്കും ഇത് ഡോട്ട് ആയിട്ട് അസ്യൂം ചെയ്യാറ്. ഇതെന്തായിരിക്കും നമ്മളെ വൈൻഡിങ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് ദാറ്റ് മീൻസ് കറണ്ടിന്റെ ഔട്ട്സൈഡ് പോയിന്റ് അല്ല, അല്ലെങ്കിൽ കറണ്ട് ലീവ് പോയിന്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വൈൻഡിങ്ങിലും ഡോട്ട് കൊടുത്തിരിക്കുന്നത്, ഈ വൈൻഡിങ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, ഡോട്ട് കൊടുത്തിരിക്കുന്നത്. therefore എന്ത് ചെയ്യുക, therefore it will aid അല്ലെ, ഹേഡിങ് ആയിരിക്കും നടക്കുന്നത്. therefore എന്തായിരിക്കും സംഭവിക്കുന്നത്, therefore ടോട്ടൽ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് is equal to 3300 divided by 230, that is equal to എത്ര വരും, 3530 വോൾട്ട് കിട്ടും. that is equal to 3530 വോൾട്ട്. therefore k is equal to, what is the k for the transformer, therefore k is equal to എത്ര വരും, k is equal to low voltage divided by high voltage. That is low voltage 3300 divided by high voltage 3530 for auto transformer. That is low voltage divided by high voltage. ഇതെല്ലാം എടുക്കാനുള്ളത് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ കെ ആണ് നമുക്ക് എടുക്കാനുള്ളത്. നമ്മളിപ്പോൾ ഡയറക്റ്റ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 230 ഡിവൈഡ് ബൈ എന്തായിരിക്കും 3300 എന്ന് വെച്ചാൽ ആൻസർ തെറ്റിപ്പോകും. therefore എന്ത് ചെയ്യുക, ആദ്യമേ ഓട്ടോ ട്രാൻസ്ഫോമറിട്ട് കണക്ട് ചെയ്യുക, കണക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യാണ്, നമ്മൾ ലോ വോൾട്ടേജ് വൈൻഡിങ്ങും ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. therefore k കിട്ടും. therefore capacity is equal to 1 by 1 minus k into capacity of 2 winding transformer അല്ലെ, k into capacity of 2 winding transformer. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, that is equal to 1 by 1 minus k എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര, 33.0 divided by 35.3 നമുക്ക് എഴുതി കൂടെ, 35.3 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് that is equal to approximately is equal to 767 kVA എന്ന് കിട്ടും. 767 kVA. ഇത് ഈ സൈഡ് നമ്മൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ കണക്കുള്ള കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ എങ്ങനെ ആയിരിക്കും, that means this 3300 by 230 volt transformer, it is connected to an auto transformer. Then how we will say, ഇങ്ങനെ ആയിരിക്കും വരിക. alternate method, shortcut method ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, alternate method, how we can change. Therefore what is the voltage rating, 3300 divided by 230 volt അല്ലേ. what is the LV side voltage, here LV side voltage is equal to 230, LV side voltage is equal to 230 വരും അല്ലേ, 230 volt. then എന്തായിരിക്കും വരിക, then add both അല്ലേ, add 3300 plus 230, that is equal to 3530 volt, 3530 volt. ഇനി എന്ത് ചെയ്യുക, it is divided by 230 volt, that is equal to 3530 divided by 230 അല്ലെ. ഈ റിസൾട്ട് എന്ത് ചെയ്യുക, into the rating. what is the rating, the rating is equal to എത്ര ആയിരിക്കും വരിക, 50 തന്നിട്ടുണ്ട് നമുക്ക്. 3530 into divided by 230 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും, that is nearly equal to 15.75 into 50 വരും അല്ലെ. റേറ്റിംഗ് തന്നിട്ടുണ്ട്. therefore is equal to എത്ര കിട്ടും, 767 kVA എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഡോട്ട് കൺവെൻഷൻ നമ്മൾ അസ്യൂം ചെയ്തെടുക്കണം, നമുക്ക് ക്വസ്റ്റ്യനിനകത്ത് എടുത്തില്ല. സോ അതുകൊണ്ട് ഈ തമ്പ് റൂൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം എൽ വി സൈഡിലെ വോൾട്ടേജ് നമ്മൾ മാറ്റി വെക്കുക. പിന്നെ എന്തായിരിക്കും, എൽ വി സൈഡ് വോൾട്ടേജിന് എടുത്ത് നമ്മൾ റെഫറൻസ് ആക്കി വെച്ച ശേഷം എന്ത് ചെയ്യുക, രണ്ട് വോൾട്ടേജ്, അതായത് മീൻസ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് രണ്ട് എന്തായിരിക്കും, ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജും സൈഡ് കൂടെ എന്ത് ചെയ്യുക, രണ്ട് വോൾട്ടേജും കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ എൽ വി സൈഡ് വോൾട്ടേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, then multiplied by the rating, then you will get the revised rating. നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. Next question, a single phase 2 kVA, 100 by 200 volt transformer is reconnected as an auto transformer, such that its kVA rating is maximum. Such that its kVA rating is maximum. The new rating in kVA is, the new
rating in kVA is 3 kVA, 3 kVA, 3, option A 3 kVA, option B 4 kVA, option C 6 kVA, and option D 8 kVA. 8 kVA. So ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. 6 kVA 8 kVA എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? 3 kVA എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ പഠിച്ചേ? ദാറ്റ് ഈസ് therefore 100 by ട്രാൻസ്ഫോമറുടെ റേറ്റിംഗ് തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ. എത്ര ആയിരിക്കും? 100 by 200 വോൾട്ട്. 100 by 200 വോൾട്ട് ട്രാൻസ്ഫോമർ തന്നിട്ടുണ്ട്. 100 വോൾട്ട് by 200 വോൾട്ട്. നമ്മൾ ഏത് വോൾട്ടേജ് ആയിരുന്നു മാറ്റി വെക്കണ്ടേ? നമ്മൾ ലോ വോൾട്ടേജ് സൈഡ് അല്ലേ. ലോ വോൾട്ടേജ് സൈഡായ 100 വോൾട്ട് എടുത്ത് വെച്ച് നമ്മൾ മാറ്റി വെച്ചു. then both connect both the winding as auto transformer. Therefore total voltage is equal to 200 plus 100, that is equal to 300 volt അല്ലേ. Therefore then that is step number 1. This is step number 2. then this step number 3, this 300 volt divided by LV side voltage divided by 100, that is equal to 3 കിട്ടും. then fourth step 3 into rating, that is equal to 3 into 2, that is equal to answer is 6 kVA. Therefore option C is the correct answer. So ഈ ഒരു മെത്തഡോളജി നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഒരു 2 winding ട്രാൻസ്ഫോമർ തന്നിട്ട് if it is connected to a എന്നായിരിക്കും, if it is connected to a auto transformer, then what is the change in the kVA rating എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ a 2 winding transformer is connected into an auto transformer